മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ എന്നും ചർച്ചാവിഷയമാകാറുള്ള ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഓരോ സീസണിലും മത്സരാർത്ഥികളുടെ വ്യക്തിപരമായ പ്രകടനങ്ങൾക്കപ്പുറം ഷോയുടെ നടത്തിപ്പുകാർ ഏതെങ്കിലും മത്സരാർത്ഥിയോട് പ്രത്യേക മമത കാണിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ശക്തമായി ഉയരാറുണ്ട്. ബിഗ് ബോസ് മലയാളത്തിന്റെ ഇപ്പോഴത്തെ സീസണിൽ ഇത്തരം ആരോപണങ്ങൾക്ക് പ്രധാന കേന്ദ്രബിന്ദുവായിരിക്കുന്നത് ഗായകൻ അക്ബറാണ്. അക്ബർ ഷോ ഡയറക്ടറുടെ സ്വന്തം ആളാണെന്ന തരത്തിലുള്ള സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറിയിരിക്കുന്നു. സംഗീത റിയാലിറ്റി ഷോകളായ സി കേരളത്തിലെ സരിഗമപ, ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നിവയിലൂടെ ശ്രദ്ധേയനായ അക്ബർ ബിഗ് ബോസിൽ എത്തിയ ശേഷമാണ് വലിയ രീതിയിൽ വിമർശനങ്ങളും ആരാധകരെയും ഒരേപോലെ നേരിടുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളുടെ ആഴവും പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളും ഈ വിവാദങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിലെ സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അക്ബർ ഖാനെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാന ആരോപണത്തിന്റെ കാതൽ അദ്ദേഹത്തിന്റെ മുൻകാല റിയാലിറ്റി ഷോകളിലെ പങ്കാളിത്തമാണ്. അക്ബർ മത്സരിച്ച സംഗീത റിയാലിറ്റി ഷോകളുടെ ഡയറക്ടർ തന്നെയാണ് നിലവിൽ ബിഗ് ബോസ് മലയാളം ഷോയും സംവിധാനം ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകരുടെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. ഈ മുൻബന്ധം അക്ബറിന് ഹൗസിനുള്ളിലും വീക്കെൻഡ് എപ്പിസോഡുകളിലും ഒരു പ്രത്യേക പരിഗണന നേടിക്കൊടുക്കുന്നു എന്നാണ് ആരോപണം. റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥികളും അണിയറ പ്രവർത്തകരും തമ്മിൽ സൗഹൃദപരവും തൊഴിൽപരവുമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു മത്സരാർത്ഥിക്ക് ഈ ബന്ധം വഴി അന്യായമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന് വരുമ്പോൾ അത് മറ്റ് മത്സരാർത്ഥികളുടെ പ്രകടനത്തെയും ഷോയുടെ നിഷ്പക്ഷതയും ചോദ്യം ചെയ്യുന്നതായി പ്രേക്ഷകർ കരുതുന്നു. അക്ബറിന് ചെറിയ തെറ്റുകൾ പോലും കണ്ടില്ലെന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ ന്യായീകരിക്കപ്പെടുന്നു. എന്നാൽ മറ്റ് മത്സരാർത്ഥികളുടെ തെറ്റുകൾക്ക് വലിയ ശിക്ഷ ലഭിക്കുന്നു തുടങ്ങിയ താരതമ്യ പഠനങ്ങളാണ് ഈ ആരോപണങ്ങൾക്ക് പ്രധാന ബലം നൽകുന്നത്.